ഞായറാഴ്ച തോറുമുള്ള ആത്മീയ അന്വേഷണ പരമ്പരയിലേക്ക് ഏവരെയും സസ്നേഹം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ അന്വേഷണത്തിന് ആധാരമായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചിട്ട് അതിനെ ആസ്പദമാക്കി ചില നൂതന ചിന്തകൾ ഏവരുമായി പങ്കിടുക എന്നതാണ് വിഭാവന ചെയ്തിരിക്കുന്നത്. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബി എന്ന് വച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമീൻ എന്ന് പറയും. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായിരുന്നു. അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. ഇവിടെ വളരെ വളരെ രസകരമായ ചിന്തോദ്ദീപകമായ ഒരു ആത്മീയ യാഥാർത്ഥ്യത്തെ യേശു വെളിപ്പെടുത്തുകയാണ്. മതമേഖലയിൽ ബഹുഭൂരിപക്ഷം ആളുകളും വളരെ താല്പര്യത്തോടെ ആഗ്രഹിക്കുന്നത് ഇടങ്ങളാണ്. ഇടങ്ങൾ. ഇവിടെ തന്നെ യോഹന്നാൻ്റെ ശിഷ്യന്മാരായ 2 പേർ യോഹന്നാൻ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യത്തെ പരാമർശിച്ച് നടത്തുന്ന വെളിപ്പെടുത്തലുകൾ കേട്ടിട്ട് വളരെ കൗതുകമേറിയ ഒരു യാഥാർത്ഥ്യമാണിത്. അവിടെ താല്പര്യം എന്താണ്? അവർക്ക് യേശുവിനെ അറിയണമെന്നല്ല, യേശു പാർക്കുന്ന ഇടം അവർക്ക് കാണണം. ഇത് ഞാൻ ഈ ഭാഗം കഴിഞ്ഞ 50-55 വർഷങ്ങളായി അനേക തവണ വായിച്ചിട്ടുണ്ടെങ്കിലും സത്യമായി എനിക്കിപ്പോൾ വെളിപ്പെട്ട് വന്നിട്ടുള്ള ഈ ഒരു തിരിച്ചറിവ് ഒരു ദിവസം മുൻപ് വരെ എനിക്കില്ലായിരുന്നു എന്നത് വളരെ ലജ്ജയോടുകൂടെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സമ്മതിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ അതിനെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതം എപ്പോഴും പുതിയ പുതിയ തിരിച്ചറിവുകളുടെ സന്തോഷപ്രധാനമായ അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇതെനിക്ക് മനസ്സിലായില്ലായിരുന്നുവല്ലോ, ഇപ്പോഴാണല്ലോ എനിക്ക് വെളിപ്പെട്ട് വന്നത് എന്ന് കുണ്ഠിതപ്പെടുന്നതിന് പകരം ഇപ്പോഴെങ്കിലും വെളിച്ചത്തിൻ്റെ ഒരു കണിക ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായല്ലോ എന്നോർത്ത് ഞാൻ അതീവമായി സന്തോഷിക്കുകയും എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയും ചെയ്യുകയാണ് എന്ന് സൂചിപ്പിക്കട്ടെ. അപ്പോൾ പൊതുവായ ഒരു മർമ്മം, ഒരു പാറ്റേൺ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. മതമേഖലയിൽ ബഹുഭൂരിപക്ഷം ആളുകളും എപ്പോഴും താല്പര്യപ്പെടുന്നത് ഇടം അന്വേഷിച്ച് നടക്കുകയാണ്. ഈ 2 പേർക്ക്, യോഹന്നാൻ്റെ ശിഷ്യന്മാരായ 2 പേർക്ക്, അവിടെ പേരുകൾ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല, യോഹന്നാൻ്റെ ഈ 2 ശിഷ്യന്മാർക്ക് ആകെപ്പാടെ അറിയേണ്ടത് യേശു താമസിക്കുന്ന ഇടം എവിടെയാണ്. അതിൻ്റെ അപക്വതയും അർത്ഥമില്ലായ്മയും മനസ്സിലാക്കി, എന്നാൽ അതേസമയം അവരോട് അനുകമ്പയോടെ സ്നേഹമസൃണമായ ഭാഷയിൽ യേശു അവരോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? വന്ന് കാൺമീൻ. അങ്ങനെ വന്ന് കണ്ടു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതവിടെ 39-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവർ അവൻ്റെ കൂടെ പാർത്തു. വന്ന് കണ്ടാൽ കൂടെ പാർത്തു പോകും. അതാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നാം ഇവിടെ തിരിച്ചറിയേണ്ട രണ്ട് മർമ്മങ്ങളുണ്ട്. ഒന്ന്,
സാധാരണഗതിയിൽ മനുഷ്യരുടെ താല്പര്യം എവിടെയാണ് എന്ന് മനസ്സിലാക്കുക, അറിയുക. 2, ആ അറിവ് ദൂരത്ത് നിന്നാകുക. അറിവിൽ കൂടെ പാർക്കുന്ന അനുഭവത്തിലേക്ക് വരാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പോൾ യേശു തന്നെ നിങ്ങൾ എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കാമെന്ന് പ്രത്യേകം എടുത്തു പറയുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് ഈ ഭാഗത്തിൽ കൂടെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത് പൊതുവായി മനുഷ്യൻ്റെ സ്വാഭാവികമായ താല്പര്യമല്ല. കഴിയുമെങ്കിൽ ദൂരെ നിന്ന് കണ്ട് അവ്യക്തമായ ഏതോ ഒരു ധാരണ പ്രാപിച്ച് കടന്നു പോവുക. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സക്കായി എന്ന് പറയുന്ന ആ വ്യക്തി. നസ്രായനായ യേശു എരിഹോവിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നുവെന്ന് ശ്രുതി കേട്ട് അവനും ഇപ്രകാരം ദൂരെ നിന്ന് ഒന്ന് കണ്ട് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കാട്ടത്തിമേൽ കയറിയിരുന്നത്. അങ്ങനെ കാട്ടത്തിമേൽ കയറുമ്പോൾ നസ്രായനായ യേശുവിൻ്റെ കൂടെ രാപാർക്കാമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചവനല്ല. അവിടെയും ഇതേ മർമ്മമാണ് പ്രവർത്തിക്കുന്നത്. യേശു അവനോട് ഇടപെടുമ്പോൾ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ കൂടെ പാർക്കേണ്ടതാണ് എന്ന് യേശു പറയുന്നതിൽ അർത്ഥമുണ്ട്. ആ അർത്ഥം, അതിൻ്റെ മുൻരുചി ഈ ഭാഗത്ത് നമുക്ക് ദൃശ്യമാകുന്നതാണ്. യോഹന്നാൻ്റെ ശിഷ്യന്മാരോടും അത് തന്നെയാണ് യേശു പറയുന്നത്. നിങ്ങൾ വന്നു കാണുമീൻ. ദൂരെ നിന്ന് കേട്ടുകേൾവി കൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടരുത്. മതമേഖലയിൽ മനുഷ്യർ ഈ ദൂരെ നിന്നുള്ള അറിവും കേട്ടുകേൾവിയും അനുഭവമില്ലാത്ത ചില അഭിപ്രായങ്ങളുടെ പരിമിതിയിൽ മാത്രം കഴിയുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ആത്മീകമായ ജീവൻ എന്നത് ജീവനായി തന്നെ അനുഭവിപ്പാനുള്ള ഭാഗ്യം ബഹുഭൂരിപക്ഷം ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ മർമ്മം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ വന്ന് കാൺമീൻ. മറ്റുള്ളവർ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എന്ന് ഞാൻ തന്നെ പറയുന്നത് ഒരു ഉത്തരമായി കേട്ടോ തൃപ്തിപ്പെടാതെ, അതായത് ചില അറിവുകളിലോ അഭിപ്രായങ്ങളിലോ മാത്രം തങ്ങി നിൽക്കാതെ നിങ്ങൾ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും അത് സാധിക്കണമെങ്കിൽ നിങ്ങൾ വന്ന് കാണുകയും അങ്ങനെ വന്ന് കാണുന്നത് കൊണ്ട് ഇനി മുൻപോട്ട് ഏത് ചുവടാണ് വയ്ക്കേണ്ടത് എന്ന് നിങ്ങളുടേതായ സ്വാതന്ത്ര്യമനുസരിച്ച് ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതുപയോഗിച്ച് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചുകൊള്ളുവീൻ. യേശു അവരോട് പറയുന്നില്ല നിങ്ങൾ വന്ന് എൻ്റെ കൂടെ പാർക്കണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ വന്ന് കാണുവീൻ എന്നേ പറയുന്നത്. അവരുദ്ദേശിച്ചതിനേക്കാൾ ഒരു പടി കൂടെ അവരെ മുൻപോട്ട് യേശു കൈപിടിച്ച് നടത്തുകയാണ്. അതിൻ്റെ ഫലമായി അവർ സ്വമേധയാ എടുക്കുന്ന തീരുമാനമാണ്, അവൻ പാർക്കുന്ന ഇടം മാത്രമല്ല ഞങ്ങൾക്ക് കാണേണ്ടത്, അവൻ്റെ കൂടെ പാർക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് അവരെടുക്കുന്ന തുടർന്നുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഇത് അതിമനോഹരമാണ്. ഇത് വളരെയധികം ശ്രദ്ധേയമായ ഒരാത്മീയ സത്യത്തെ വിളിച്ചറിയിക്കുന്ന ഒരു സംഭവമാണ്. ഇനിയും ഇതിൻ്റെ പൂർണ്ണമായ പൊരുൾ വെളിപ്പെടുത്തണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് അല്പം ഒന്ന് ശ്രദ്ധ തിരിക്കുന്നത് ഉപയോഗപ്രദമാകും. 10 കൽപ്പനകളിൽ പറയുന്നത് ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇതിനെ പൊതുവായി ധരിച്ചിരിക്കുന്നത് ഒരു പ്രത്യേകമായ വിധത്തിലാണ്. അതായത് മറ്റ് മതങ്ങളിലെ ദൈവസങ്കല്പങ്ങളെ നിങ്ങൾ ഒരു വിധത്തിലും സ്വീകരിക്കരുത്, അല്ലെങ്കിൽ അന്യമതസ്ഥർ അവരുടെ ദൈവങ്ങളെ ആരാധിക്കുന്നതുമായി നിങ്ങൾ ഒരു വിധത്തിലും സഹകരിക്കരുത്. ഇപ്പോൾ പൂജയ്ക്ക് വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രസാദം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ അടുത്തിടെ ഞാൻ നിങ്ങളുമായി പങ്കിട്ടൊരു വീഡിയോയിൽ ഒരു ക്രിസ്ത്യൻ ആർമി ഓഫീസർ തൻ്റെ റെജിമെൻറ്റിൻ്റെ പരേഡിൽ പങ്കെടുക്കാത്തതിനാൽ അദ്ദേഹം ശിക്ഷണ നടപടിക്ക് വിധേയനായി ജോലി പോയി. ആ ഒരു വളരെ സങ്കടകരമായ സംഭവത്തെപ്പറ്റി നമ്മൾ വളരെ സുദീർഘമായി പരിഗണിക്കുകയുണ്ടായി. എന്നാൽ നാം മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സത്യം, ഇത്
100% അവഗണിച്ച് വച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അല്പം ഒന്ന് വെളിപ്പെടുത്തുവാൻ, വിശദീകരിക്കുവാൻ ഇപ്പോൾ ശ്രമിക്കുകയാണ്. നിങ്ങൾ ദയവായി ശ്രദ്ധയോടെ ഇത് കേട്ടെങ്കിൽ മാത്രമേ അല്പം സൂക്ഷ്മമായ ഈ സത്യം മനസ്സിലാക്കാൻ, വെളിപ്പെട്ടു വരുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. തീർച്ചയായും 10 കൽപ്പനകൾ നാം ആചരിക്കേണ്ടത് തന്നെയാണ്. എനിക്കതിനകത്ത് യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ 10 കൽപ്പനകളെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമെന്ന നിലയിൽ കൂടിയും നമുക്ക് ഈ ഒരു അവസ്ഥയെ പരിഗണിക്കാം. അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്നുവെന്ന് നാം സങ്കല്പിച്ചിരിക്കുന്ന യേശു അന്യദൈവമാണോ അല്ലയോ? ആരും എന്നോട് ദേഷ്യപ്പെട്ട് പെട്ടെന്നെടുത്ത് ചാടിപ്പോകരുത്. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ചെയ്തുകൊള്ളുകയും. നാം യേശു 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 എന്ന നാമം ഉച്ചരിക്കുന്നു. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അന്യദൈവമാണോ അല്ലയോ? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് മറ്റാരുമല്ല, യേശു തന്നെയാണ്. നമുക്ക് ഏവർക്കും പരിചയമുള്ള പർവ്വതപ്രസംഗത്തിൻ്റെ ഭാഗമായ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ് യേശു ഇത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ നാളിൽ പലരും വന്ന് എന്നോട് കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ വലിയ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിലൂടെ നടന്ന് വലിയ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും യേശുവിനെ അന്യദൈവമായിട്ടാണ് അറിഞ്ഞത് എന്നാണ് എൻ്റെ അർത്ഥം. മറ്റു യാതൊരു അർത്ഥവും അവിടെയില്ല. അല്ലെങ്കിൽ യഥാർത്ഥ യേശു അവർക്ക് അന്യദൈവമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് അവകാശപ്പെട്ട യേശു അവർക്ക് അന്യദൈവമായിരുന്നു. ആ ദൈവത്തെ ആ യേശുവിനെ അവരറിഞ്ഞില്ല. അതുകൊണ്ട് ആണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ വിട്ടുപോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞില്ല, ഞാൻ നിങ്ങളെയും അറിഞ്ഞില്ല. ഇതാണ് അതിനകത്തെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ചിന്തകൾ വളരെ വ്യക്തമായി നാം പരിഗണിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് ഒരപേക്ഷ എന്ന നിലയിൽ ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളോട് പങ്കിട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ യേശു പോലും നമുക്ക് അന്യദൈവമാണെന്ന് എങ്ങനെയാണ്? മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേട്ടത് മാത്രം. യേശു അങ്ങനെയാണ്, യേശു ഇങ്ങനെയാണ്, യേശുവിൻ്റെ പുറകെ പോയാൽ ഇത് കിട്ടും അത് കിട്ടും, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മകൾക്ക് സുഖപ്രസവവും മകന് അമേരിക്കൻ വിസയും കിട്ടും, അങ്ങനെ മറ്റും ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ കാള പ്രസവിക്കും, ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ. ഇത് യേശുവായിട്ട് എന്താണ് ബന്ധം? ഇത് യേശുവായിട്ട് ബന്ധമുണ്ടെന്ന് ആരാണ്ട് പറഞ്ഞത് കേട്ടതല്ലേ നമ്മൾ ആരെങ്കിലും യഥാർത്ഥത്തിൽ അന്വേഷിച്ച് 4 സുവിശേഷങ്ങളുണ്ടല്ലോ, അതിൽ കൂടെ യേശുവിൻ്റെ വ്യക്തിത്വവും യേശുവിൻ്റെ ആത്മീയമായ ദർശനവും കുറച്ചൊക്കെ വെളിപ്പെട്ട് വരുന്നുണ്ടല്ലോ. അത് മനസ്സിലാക്കുവാൻ ഏതെല്ലാം വിധത്തിൽ നാം ശ്രമിച്ചിട്ടുണ്ട്, എന്തെങ്കിലും വിധത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. നമ്മൾ വ്യക്തിപരമായ അന്വേഷണത്തിൽ കൂടെ സത്യമായ യേശുവിനെ ആത്മാവിലും സത്യത്തിലും അറിയുവാൻ കൂട്ടാക്കിയിട്ടുണ്ടോ? അതോ നാം ആരാധിക്കുന്നുവെന്ന് നാം സങ്കല്പിച്ചിരിക്കുന്ന യേശു നാം അന്യരിൽ നിന്ന് കേട്ട അനേകമായ അഭിപ്രായങ്ങളുടെ കൊളാഷ്, നമുക്കറിയാം ഈ ഭിത്തിയിലൊക്കെ കൊളാഷ് ഉണ്ട്, അതായത് പല രൂപങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു അവിയൽ പോലെയുള്ള ഒരു സാധനമാണ്. അപ്പം നാം അറിയുന്ന യേശു അവിയലാണ്, യേശു എന്ന വ്യക്തിയല്ല. തീർച്ചയായും യാതൊരു സംശയമില്ല. യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിക്ക് പോലും നാം ഇപ്പോൾ കാണുന്ന വിധത്തിൽ അവൻ്റെ നാമത്തിൽ ഈ പരിപാടികൾ നടത്തിക്കൊണ്ടു പോകുവാൻ സാധ്യമല്ല. ഉദാഹരണമായിട്ട് നാം അറിയുന്ന പരിശുദ്ധാത്മാവ്, അത്
പരിശുദ്ധാത്മാവാണെന്ന് ആര് പറഞ്ഞു? ഇപ്പം പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾ മറുഭാഷ പറയും. മറുഭാഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. മറുതാ പോലും ബോധം കെട്ടു പോകുന്ന ഭാഷയാണ് മറുഭാഷ എന്ന് സങ്കല്പിക്കാൻ ഇടയാതെ എങ്ങനെയാണ്? ആരാണ്ട് പറഞ്ഞു കേട്ടതല്ലേ. എനിക്കിന്ന് ഓർമ്മയുണ്ട്, 1962 എനിക്ക് അന്ന് 11 വയസ്സ് പ്രായം. എൻ്റെ കൂടെ പഠിച്ച വില്ലി എന്ന് പറയുന്ന ഒരു പയ്യൻ, ലോകത്തിലേക്കും തെറിയൻ, അവൻ്റെ അപ്പൻ ഒരു പാസ്റ്ററായിരുന്നു. അവനെന്നെ നിർബന്ധിച്ച് അവിടെ കാത്തിരിപ്പ് പ്രാർത്ഥനയിൽ ചെന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ പറയുന്നത്, പെന്തക്കോസ്തുകാരനാണെങ്കിൽ മറുഭാഷ പറയണം. രണ്ടാമത്, പെന്തക്കോസ്തുകാരുടെ കൂട്ടായ്മയിൽ വന്നിരുന്നാൽ ദർശനം കാണണം, ദർശനം. എനിക്കൊരു ദർശനവും കിട്ടിയില്ല. സത്യം ഞാൻ പറഞ്ഞപ്പോൾ എന്നെ അവിടുന്ന് പിടിച്ച് കൊങ്ങയൊക്കെ പിടിച്ച് വെളിക്കളഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഓരോ അവസരത്തിലും ദർശനം കണ്ടുകൊണ്ടിരിക്കണമെന്ന് ആരാ പറഞ്ഞത്? ആരോ പറഞ്ഞ് കേട്ടതാണ്. കാത്തിരിപ്പ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് ആര് പറഞ്ഞു? ആരാണ്ട് പറഞ്ഞ് കേട്ടതാണ്. നമുക്കിത് അറിഞ്ഞതൊന്നുമല്ല. നമ്മളിത് അന്വേഷിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യവും നമ്മുടെ കയ്യിലില്ല. നമ്മൾ വ്യക്തിപരമായി അന്വേഷിച്ച് സത്യസന്ധമായി നമ്മുടെ അനുഭവത്തിൽ കൂടെയും അന്വേഷണത്തിൽ കൂടെയും വായനയിൽ കൂടെയും ധ്യാനത്തിൽ കൂടെയും നാം മനസ്സിലാക്കിയ ഒരു വള്ളിയും പുള്ളിയും നമ്മുടെ മതപരമായ ജീവിതത്തിലില്ല. ഓരോ പാരമ്പര്യത്തിൽ നാം പരിശീലിപ്പിക്കപ്പെട്ടു വന്നു. ഞാൻ CSI സഭയിൽ ആദ്യകാലങ്ങളിൽ കഴിഞ്ഞു. അപ്പം CSIക്കാരുടെ ക്രിസ്തു ആരാണ്? എന്നാൽ ഞാൻ CSIക്കാരിൽ നിന്ന് കേട്ടും അറിഞ്ഞ പരിചയം എനിക്കുള്ളൂ. പെന്തക്കോസ്തുകാരുടെ ചെന്നാൽ വേറെ ഒരു ക്രിസ്തുവാണ്. ഓർത്തഡോക്സുകാരുടെയും യാക്കോബക്കാരുടെയും ക്രിസ്തു വേറെയാണ്. കത്തോലിക്കൻ്റെ പിന്നെ പറയുകയും വേണ്ട. ഓരോ കത്തോലിക്കനും, ഓരോ CSIക്കാരും, ഓരോ മർത്തവക്കാരനും, ഓരോ ഓർത്തഡോക്സുകാരനും, ഓരോ യാക്കോബക്കാരനും കേട്ടുകേഴ്വി അല്ലാതെ മറ്റൊന്നുമില്ല. അത് നിനക്ക് അന്യദൈവമാണ്. നീ അറിയുന്ന ക്രിസ്തു യഥാർത്ഥത്തിൽ നിന്റെ അന്യദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നീ വന്ന് കാണണം. വ്യക്തിപരമായി നിന്റെ അനുഭവത്തിൽ കൂടെ നിനക്ക് ബോധ്യപ്പെടാത്തതൊന്നും നിന്റെ വിശ്വാസത്തിൻ്റെ സംഗതിയായി തീരുവാൻ യാതൊരു സാധ്യതയുമില്ല. ഇന്ന് ക്രിസ്ത്യാനിയുടെ ആകത്തുക, വിശ്വാസത്തിൻ്റെ ആകത്തുക എന്താണ്? ആരോ പറഞ്ഞു കേട്ട കാര്യം, കേട്ടുകേഴ്വിയുടെ ഒരു കോലാഹലമാണ് ക്രിസ്ത്യാനിയുടെ ആത്മീയ സങ്കല്പങ്ങൾ. അവരോട് യേശു പറയുകയാണ്, വന്നു കാൺമീൻ, വന്നു കാൺമീൻ. അങ്ങനെ പറയുന്നതിൻ്റെ ആവശ്യം എന്താണ്? മനുഷ്യൻ എപ്പോഴും എല്ലായിടത്തും ദൈവത്തെ അറിയണ്ട, ദൈവം ഇരിക്കുന്ന ഇടം, അതിനെപ്പറ്റി നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടും അതിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ മത ആചാരങ്ങൾ ലോകത്തെമ്പാടും എല്ലാ മതങ്ങളെയും പരാമർശിച്ച് ഒന്ന് പരിഗണിക്കൂ. അപ്പോൾ ഈ ഭാഗം വെളിപ്പെടുത്തുന്ന ഈ മർമ്മം എത്ര വലിയതാണ്, എത്ര അർത്ഥവത്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യർക്ക് ദൈവത്തെ അറിയണ്ട, ദൈവമിരിക്കുന്ന ഇടം മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഈ സംഭവം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ വസിക്കുന്ന ഇടം എവിടെയാണ് ഒന്ന് കാണിച്ചു തരണം. ഇടം, ആരാധിക്കുന്ന ഇടം പള്ളിയാണ്. ഹിന്ദുക്കൾക്ക് ഭക്തി മുറ്റുമ്പോൾ മലയിൽ പോകണം, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ പോകണം, ഗുരുവായൂർ പോകണം. ക്രിസ്ത്യാനിക്ക് അന്ന പള്ളിയിൽ പോകണം, മറ്റുള്ളവർക്ക് കൂത്രപ്പള്ളി പാറയിൽ പോകണം. അങ്ങനെ ഇന്ന ഇടങ്ങളിൽ നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും ഇതേ പ്രശ്നം പൊന്തി വരുന്നുണ്ട്. ശമര്യക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്രശ്നമല്ല, ദൈവം ഇരിക്കുന്ന ഇടമാണ് പ്രശ്നം. അതേതാണ്? ആ മലയിലാണ്, ഞങ്ങളുടെ മലയിലാണ് ദൈവത്തിൻ്റെ ഇടം. യഹൂദന് ഒട്ടും മോശമല്ല, അവനും ഉണ്ട് ഒരിടം, അവൻ്റെ ദൈവം ഇരിക്കുന്ന ഒരു ഇടം. അപ്പോൾ യഹൂദനും ശമര്യക്കാരനും തമ്മിലുള്ള പ്രശ്നം എന്താണ്?
രണ്ട് ഇടങ്ങൾ തമ്മിലുള്ള ഇടച്ചിലാണ്. രണ്ട് ഇടങ്ങൾ തമ്മിലുള്ള ഇടച്ചിലാണ് ഈ വലിയ പ്രശ്നം. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള പ്രശ്നം, കേരളത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം, ഈ പ്രശ്നങ്ങളെല്ലാം പരിശോധിച്ചാൽ ഇടങ്ങൾ തമ്മിലുള്ള ഇടച്ചിലാണ്, മറ്റൊന്നും ഇതിനകത്തില്ല. ഇപ്പോൾ കാക്കത്തൊള്ളായിരം പള്ളികളുണ്ടല്ലോ, ഇതെല്ലാം ഇടങ്ങളാണ്. അവിടെ ഒന്നും ദൈവമില്ല. ദൈവം ഒരു പ്രശ്നമേ എല്ലാവർക്കും. ഇടങ്ങളാണ് പ്രശ്നം. കാരണം ഇടങ്ങൾ ഞങ്ങളുടേതാണ്. ദൈവം എൻ്റേതാണെന്ന് പറയാൻ യാതൊരു വിധത്തിലും സാധ്യമല്ല. ദൈവം എൻ്റെ സ്വകാര്യ സ്വത്താകെയില്ല. എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല ദൈവം. പിന്നെ ഞാൻ സൃഷ്ടിക്കുന്ന ഇടം എൻ്റേതാണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന ഇടത്തിൽ ഇരിക്കുന്ന ദൈവം എൻ്റേതാണ് എന്ന ഒരു മിഥ്യ നമുക്ക് വേണമെങ്കിൽ ആർജിച്ച് അതിനെ താലോലിച്ച് അങ്ങനെ കഴിയാൻ സാധിക്കും. ഇതാണ് മതമെന്ന അന്ധവിശ്വാസത്തിൻ്റെ ആദ്യത്തെ പടിയാണ്. അതിൻ്റെ വിത്താണിത്. ഇടം, ദൈവമിരിക്കുന്ന ഇടം. അങ്ങനെ ദൈവത്തിന് ഓരോ ഇടം സൃഷ്ടിച്ചു കൊടുക്കുന്ന മഹാന്മാരാണ് പുരോഹിതന്മാർ. അത് മൂക്കുന്നതാണ് മെത്രാന്മാർ. നമുക്കറിയാം, ഇടങ്ങളുടെ പ്രഭുക്കന്മാരാണ് ഈ പുരോഹിത ശ്രേഷ്ഠന്മാർ. ഇത് മുഴുവനും അന്യദൈവങ്ങളെ മാത്രം ദൈവം അറിയാനുള്ള അവകാശം ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന സംവിധാനങ്ങളാണ്. സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ യേശു നമുക്ക് അന്യനാണ്. യേശു നമുക്ക് അന്യനാണ്. യേശു നമുക്ക് അന്യനാണ്. ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. പച്ച പരമാർത്ഥം ഇതാണ്. ഇത് ഒരു ഇടി വെട്ടുന്നത് പോലെയാണ് ഇന്ന് രാവിലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് തീ കത്തുന്നത് പോലെ എൻ്റെ മനസ്സിൽ കത്താൻ തുടങ്ങി. അന്യദൈവങ്ങൾ. എന്തുകൊണ്ടാണ് അന്യദൈവങ്ങളെ ആരാധിക്കരുതെന്ന് പറഞ്ഞത്? മറ്റുള്ളവർ വച്ചുപുലർത്തുന്ന ദൈവസങ്കല്പങ്ങൾ മാത്രമല്ല അന്യമായത്, അന്യർ നിനക്ക് പറഞ്ഞു തന്നതിൽ മാത്രം നീ പരിമിതപ്പെടുത്തി വച്ചിരിക്കുന്ന ദൈവം, ആ ദൈവത്തെ നീ യേശുവിൻ്റെ പേര് പറഞ്ഞോ, പിതാവായ ദൈവത്തിൻ്റെ പേര് പറഞ്ഞോ, പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞോ വിളിച്ചാലും അത് നിനക്ക് അന്യദൈവമാണ്. ആ അന്യദൈവത്തെ നീ ആരാധിക്കരുത്. ഈ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് അർത്ഥവത്തായി മടങ്ങിപ്പോകാൻ സാധിക്കും. എന്താണ്? യേശു ശമര്യക്കാരത്തിയോട് പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇപ്പോൾ ആരാധിക്കുന്നത് ആത്മാവിലുമല്ല സത്യത്തിലുമല്ല. മറുഭാഷ പറയുന്നവനും ആത്മാവിലുമല്ല സത്യത്തിലുമല്ല, അസത്യത്തിലാണ്. ആത്മാവിനെ അപമാനിച്ചുകൊണ്ടാണ് ഈ ആരാധനയൊക്കെ നടത്തുന്നത്. കാരണം എന്താണ്? നിങ്ങൾ ആരാധിക്കുന്നത് അന്യദൈവങ്ങളെയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്കൊരു കാക്കത്തൊള്ളായിരം യേശുക്രിസ്തു ഉള്ളത്. ഓരോ സഭയ്ക്കും ഓരോ ക്രിസ്തു അല്ലേ? ഇപ്പോൾ കത്തോലിക്കരുടെ യേശുവാണ് ഓർത്തഡോക്സ് CSIക്കാരുടെയോ മർത്തോക്കാരുടെയോ ക്രിസ്തു എന്ന് പറയാനൊക്കും. അങ്ങനെയാണെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ പരസ്പരമായിട്ട് സ്വീകരിക്കേണ്ടതാണല്ലോ. ഒരിക്കലും സാധിക്കില്ല. കാരണം ഇത് പരസ്പര ബന്ധമില്ലാത്ത, ഒരിക്കലും സഹകരിച്ച് സഹവർത്തിത്വം പാലിപ്പാൻ സാധ്യമല്ലാത്ത രണ്ട് ദൈവങ്ങൾ, പരസ്പരം ശണ്ട കൂടുന്ന രണ്ട് ക്രിസ്തു, യേശു ക്രിസ്തുവിനെയാണ് ഇവരെ കൊണ്ട് നടക്കുന്നത്. ഇത് അന്യദൈവങ്ങളാണ്. ക്രിസ്തു നിങ്ങൾക്ക് അന്യനാണ് എന്ന് മനസ്സിലാക്കുക. ആദ്യമായി നീ മനസ്സിലാക്കേണ്ട ഇതാണ്. അങ്ങനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഈ പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന 6 കാട്ടുകള്ളന്മാരുടെ പുറകെ പോകുന്നു. യേശു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവൻ പറയുമ്പോൾ അവൻ്റെ പുറകെ നീ പോകുന്നു. അവൻ നിന്നെ വഞ്ചിക്കുന്നു, സുന്ദരമായിട്ട് കുളിപ്പിച്ച് കുപ്പിയിലാക്കി തരുന്നു. അന്യദൈവങ്ങളെ നീ അന്വേഷിച്ചു പോയാൽ നിനക്ക് ന്യായമായും വരുന്ന അപകടം ഇതാണ്, വരേണ്ടതാണ്. അതുകൊണ്ട് ദയവായി ഇന്നേ ദിവസം നമുക്കൊരു ചെറിയ സത്യം മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. നാം ഇന്നുവരെയും അന്വേഷിച്ചത് ദൈവത്തെ അല്ല, ദൈവം ഇരിക്കുന്ന ഇടം മാത്രമാണ്. അത് ഇന്ന സ്ഥലത്ത് പോയെങ്കിൽ മാത്രം, ഇന്ന ഇടത്ത് പോയെങ്കിൽ മാത്രമേ ദൈവത്തെ കാണാനോ ആരാധിക്കാനോ സാധ്യമാകുകയുള്ളൂ. ആ ഇടത്തിൻ്റെ രാജാക്കന്മാരായ ചില പുരോഹിതന്മാരുണ്ട്. അവിടെ വാല് പിടിക്കാൻ സ്വർഗത്തിൽ പോകാനൊക്കെ. സ്വർഗവും നമുക്കൊരു ഇടമാണ്. ഈ ഇടമെന്ന് പറയുന്ന ഭ്രാന്തിൽ നിന്ന്
ദൈവമേ, ഞങ്ങൾക്ക് രോഗശാന്തി നൽകണമേ, നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഇടമെന്ന രോഗം, രോഗശാന്തി പ്രാപിക്കണം. രണ്ടാമതായി, ഈ ഇടം ദൈവത്തേക്കാൾ പ്രാധാന്യം അർഹിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന അപകടം എന്താണ്? നാം അന്യദൈവങ്ങളെ മാത്രമേ അറിയുകയും ആരാധിക്കുകയും ചെയ്യുകയുള്ളൂ. അതായത് നാം ആരാധിക്കുന്ന ദൈവം എപ്പോഴും നമുക്ക് അന്യനായിരിക്കും. കാരണം യേശു എന്തുകൊണ്ട് പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം? അങ്ങനെ യേശു നമ്മളിൽ വസിക്കുകയും നാം അവനിൽ വസിക്കുകയും ചെയ്യുമ്പോൾ ഇടത്തിൻ്റെ പ്രാധാന്യം 100% ഇല്ലാതെയാകും. 99 100% ഇല്ലാതെയായിത്തീരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും, നിങ്ങൾ എവിടെയായിരുന്നാലും. ഇടത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്ന മർമ്മത്തിൻ്റെ പേരാണ് ഈശ്വരൻ. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇടത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് ആത്മീയമായ വിശാലതയിലേക്ക് നമ്മെ വഴി നടത്തുന്ന ഒരു കാരുണ്യത്തിൻ്റെ പേരാണ് യേശുവെന്ന് ഇന്നും നാം തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പം ഒരു വിശ്വാസിക്ക് സംഭവിക്കേണ്ട വിടുതൽ എന്താണ്? ഇടത്തിൽ നിന്നുള്ള വിടുതൽ. അത് പ്രാപിച്ചെങ്കിൽ മാത്രമേ, ദൈവം അന്യനല്ല, അനന്യനാണ്. അവൻ നമ്മോട് കൂടെയുണ്ട്. ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ഇടയിലാണ്. അവിടെ പോകണ്ട, ഇവിടെ പോകണ്ട, ആ മലയിലുമല്ല, ഈ മലയിലുമല്ല എന്ന ഒരു തിരിച്ചറിവിന് നമുക്ക് യോഗ്യതയുണ്ട്. അതില്ലാത്തിടത്തോളം കാലം നാം കാണിക്കുന്ന അഭ്യാസം 100% ആത്മീയമായ മൊണ്ണത്തരമാണ്, പൊട്ടത്തരമാണ്, പൊരുളില്ലാത്ത, അർത്ഥമില്ലാത്ത ചില ചവിട്ട് നാടകങ്ങളാണ്. ഇതിൽ പെട്ടുപോകുന്ന മനുഷ്യർക്ക് അയ്യോ കഷ്ടം. നീ സ്വന്തമായി അന്വേഷിച്ച് നിൻ്റെ അനുഭവങ്ങളിൽ കൂടെയും ജീവിതത്തിൻ്റെ ആ ക്ലേശങ്ങളിൽ കൂടെയും നിൻ്റെ മനസ്സുരുകി നിങ്ങളുടെ ആത്മാവിൻ്റെ ദാഹത്തിൽ അന്വേഷിച്ച് നിൻ്റെ ഉള്ളിൽ പ്രാപിക്കുന്ന വ്യക്തതയും വെളിച്ചവും അതിൽ കൂടെ ദൈവത്തോടൊന്നായി ചേരുന്ന അവസ്ഥയിൽ മാത്രമേ നീ ഒരു വിശ്വാസിയാകുന്നുള്ളൂ. ആ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ യേശുവിന് ദൈവം ഇരിക്കുന്ന ഇടം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ദേവാലയത്തിൽ പോയേ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ എന്ന് യഹൂദൻ വിശ്വസിച്ചിരുന്ന ആ ഒരു മണ്ടത്തരത്തിൻ്റെ കെണിയിൽ പെടാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞത്? അല്ലെങ്കിൽ യഹൂദൻ്റെ പള്ളിയിൽ പോയെങ്കിൽ മാത്രമേ ആരാധിക്കാൻ ഒക്കൂ എന്ന മൗഢ്യത്തിന് ഇരയാകാതിരുന്നത്? എന്തുകൊണ്ടാണ് ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, വയലിലെ താമരയെ നോക്കുവീൻ, അങ്ങ് ദൂരെ വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങളെ നോക്കുവീൻ എന്നൊക്കെ യേശു പറയാനിടയായത്? ഇടങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവൻ്റെ ആന്തരികമായ സ്വാതന്ത്ര്യം അവൻ്റെ വാക്കുകളിൽ കൂടെ വെളിയിൽ വരുന്ന മനോഹരമായ ദർശനങ്ങളാണിവ. ആ ഒരവസ്ഥയിലേക്ക് വളരുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. നാം ഇന്നും ഇടങ്ങളുടെ അടിമകളാണ്. അങ്ങനെ ഇടങ്ങളുടെ അടിമകളായി കഴിയുന്നവൻ അവൻ മതത്തെ ഒരു കാരാഗ്രഹമാക്കി മാറ്റുന്നു. ജയിൽ. എന്താണ് ജയിൽ? നിങ്ങൾ അവിടെ തന്നെ കിടന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഇടമാണ് ജയിൽ. അതുപോലെ മറ്റൊരു ഇടമാണ് ഈ ഓർത്തഡോക്സ് സഭ, യാക്കോബ സഭ, മാർത്തോമ സഭ, CSI സഭ, കത്തോലിക്ക സഭ, പിന്നെ ഫെയ്ത്തോം, ഇതെല്ലാം ഇടമാണ്. നിങ്ങൾ അവിടെ തന്നെ കിടന്നു എന്ന് പറഞ്ഞു നൽകുന്ന മതപരമായ കാരാഗ്രഹമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും. നീ അവിടെ തന്നെ കിടന്നു, വെളിയിലോട്ട് നോക്കിയാൽ നിന്റെ മുട്ട് ഞാൻ തല്ലി ഓടിക്കും, നിന്നെ അന്ന് ഞാൻ ഇവിടുന്ന് കൊങ്ങായ്ക്ക് പിടിച്ച് വെളിയിൽ കളയും. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇടം അന്വേഷിച്ചു പോയാൽ അവിടെ പെട്ടുപോകും. നിന്റെ ഇടമാണ് നിന്റെ കാരാഗ്രഹം. അവിടെ നിന്ന് വിടുവിക്കാനാണ് യേശു വന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നോക്കൂ ഞാൻ നിങ്ങളെ അയക്കും. ഈ അയക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇടത്തിൽ നിന്ന്, ഇടത്തിൻ്റെ ആ മുൾപ്പടപ്പിൽ പെട്ടുകിടക്കുന്ന അടിമകളായി കഴിയുന്ന, അടിമകളായതുകൊണ്ട് മുണകളായി പോകുന്ന ആളുകളെ
ആ ഇടത്തിൻ്റെ ആ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് അവരെ വിശാലമായ ലോകത്തിൽ ദൗത്യബോധത്തോടെ വിജയശ്രീലാളിതരായി അർത്ഥവത്തായി ജീവിക്കുവാൻ ആ രൂപാന്തരം നൽകി അധികാരം നൽകി അയക്കുന്ന ആ അത്ഭുതപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണിത്. നിങ്ങൾ പോകുവീൻ, നിങ്ങൾ പോകുവീൻ. യേശു പറയും നിങ്ങൾ പോകുവീൻ. എന്താണ് ഈ പോകുവീൻ എന്ന വാക്ക് തന്നെ? ഇടത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നിനക്ക് വിടുതൽ നൽകുവാൻ അധികാരമുള്ളവൻ്റെ സ്നേഹമസൃണമായ കൽപ്പനയാണ്. പോകുവീൻ, പോകുവീൻ, പോകുവീൻ. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ, അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ നമുക്കിന്ന് ആവശ്യമുണ്ട്. അത് സംഭവിക്കണമെങ്കിൽ ഈ കേട്ടുകേൾവിയുടെ ഈ ദൈവമില്ലേ, ക്രിസ്തുവില്ലേ, അതിൽ നിന്ന് 100% വിടുതൽ പ്രാപിച്ച് നിന്റെ അന്വേഷണത്തിൽ കൂടെ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അന്വേഷിപ്പിൻ കണ്ടെത്തും. നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ഈ അന്വേഷണത്തിൽ കൂടെയും കണ്ടെത്തൽ കൂടെ ആയിരിക്കണം. അല്ലാതെ കേട്ടുകേൾവി കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്ന ക്രിസ്ത്യാനി, നിന്റെ വിശ്വാസ ജീവിതം ആരംഭിച്ചിട്ടില്ല. നീ യേശുവിനെ അറിയുന്നില്ല, യേശു നിന്നെ അറിയുന്നില്ല. ഈ ഒരു യാഥാർത്ഥ്യം, യേശു നിനക്കും എനിക്കും അന്യദൈവമാണ് എന്ന പച്ച പരമാർത്ഥം, അതെങ്കിലും തിരിച്ചറിയുവാൻ ഇന്ന് ഇടയായെങ്കിൽ നാം ഒരുമിച്ച് കഴിക്കുന്ന ഈ അവസരം, ഈ അനുഭവം അർത്ഥവത്താണ് എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. പങ്കെടുക്കുന്ന, ശ്രദ്ധയോടെ ശ്രവിക്കുന്ന ഏവരോടുമുള്ള ബഹുമാനവും വാത്സല്യവും അറിയിച്ചോളൂ.